ഒരു 25,000 രൂപയെങ്കിലും നമുക്ക് മിനിമം സാലറി വേണം. അത് ബാങ്ക് ത്രൂ വരണം. നമുക്ക് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. ക്രെഡിറ്റ് സ്കോർ പോരാ, ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. പ്രീവിയസ് ലോൺസിൽ നമുക്ക് ഡിലേഡ് പേയ്മെൻറ്റ്സ് പാടില്ല, സെറ്റിൽമെൻറ്റ്സ് പാടില്ല. പിന്നെ നമ്മുടെ സാലറിയിൽ പ്രോപ്പറായിട്ടുള്ള ഡിഡക്ഷൻസ് വേണം. 10,000, 20,000, 5,000 രൂപയൊക്കെ വരെ ലോൺ എടുത്ത് സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ ഈ കുട്ടി ഈ പറഞ്ഞ പോലെ അപ്പോഴത്തെ ആവശ്യം നടക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതായിരിക്കും. സാധാരണ നമ്മളൊരു ലോൺ ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് 6 മാസത്തിൽ ഒരു 5 or more enquiries will have a negative impact. സാധാരണയായി നമ്മൾ കേൾക്കുന്ന വേറൊരു കാര്യമാണ് ഈ ഓൺലൈൻ ആപ്പുകൾ വന്നതിന് ശേഷം ആളുകളുടെ ലോൺ എൻക്വയറിയിൽ വരുന്ന ഒരു കാര്യമായ ഇൻക്രിമെൻറ്റ്. അതായത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യങ്ങളാണ്. സാധാരണ നമ്മളൊരു ലോൺ ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് 6 മാസത്തിൽ ഒരു 5 or more enquiries will have a negative impact. അതിനെക്കുറിച്ച് എന്താണ്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 44 ആപ്പ് ലോൺ എടുത്ത ആൾ നമ്മളുടെ അടുത്ത് വരുന്നത് ഇതെങ്ങനെയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്ത് എനിക്ക് മര്യാദയ്ക്കുള്ള ഒരു ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുത്ത് തന്ന് ഇതെല്ലാം ക്ലോസ് ചെയ്യണം. ഇതെല്ലാം ചെറിയ ചെറിയ ലോണാണ് കേട്ടോ. ഒരു 10,000, 20,000, 5,000 രൂപയൊക്കെ വരെ ലോൺ എടുത്ത് സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ ഈ കുട്ടി ഈ പറഞ്ഞ പോലെ അപ്പോഴത്തെ ആവശ്യം നടക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബാങ്കിൽ, മെയിൻ സ്ട്രീം ബാങ്കിൽ ഒരു ലോൺ എടുത്തു കൊടുക്കാൻ ഈ കൺസോളിഡേഷനൊക്കെ പോസിബിളാണ്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. മാക്സിമം ഓഫ് 5 ലോൺസാണ് ഒരു ബാങ്കിന് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. എല്ലാ ബാങ്കുകളൊന്നും അത് ചെയ്യില്ല. ചില ബാങ്കുകളിൽ ഇന്നത്തെ ഒരു സാഹചര്യം കൺസിഡർ ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും നമ്മളുടെ എൻക്വയറീസിൻ്റെ എണ്ണം ഒരു കഴിഞ്ഞ 6 മന്ത്സിൽ ഒരു 5 എൻക്വയറീസിൽ കൂടുതൽ ആ കുട്ടി ഒരു ലോണിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിബിലിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്ര എൻക്വയറീസ് ഉണ്ട്, ആ കുട്ടി ഇന്ന ബാങ്കിൽ പോയിട്ടുണ്ട്, ജാനുവരിയിൽ ഈ ബാങ്കിൽ പോയി എൻക്വയറി ചെയ്തു, അവിടെ എടുത്തിട്ടില്ല, എടുക്കണമെന്ന് നിർബന്ധമില്ല. ആ എൻക്വയറി 5ന് മേളിൽ വന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം ഈ കുട്ടി കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കുട്ടിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബാക്ക് സ്റ്റാൻഡ് എടുക്കും, ഇത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും. എൻക്വയറി കൂടുമ്പോൾ ബാങ്ക് തീരുമാനിക്കും ഇവർ ഭയങ്കര ക്രെഡിറ്റ് ഹംഗറിയാണ്, ഇവർക്ക് എന്തോ കാര്യമായ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ. എക്സാക്ട്ലി, പ്രശ്നമുണ്ട്. ആ കുട്ടി ആരാണെങ്കിലും അവർ എന്താ പറയുക, ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി നടക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ തന്നെയാണ് ബാങ്കിന് വരുന്നത്. അതൊരു 4 രീതിയിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു പേഴ്സണൽ ലോണിൻ്റെ ക്രൈറ്റീരിയ ആണ്. അതായത് ഒരു 25,000 രൂപയെങ്കിലും നമുക്ക് മിനിമം സാലറി വേണം. അത് ബാങ്ക് ത്രൂ വരണം. നമുക്ക് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. ക്രെഡിറ്റ് സ്കോർ പോരാ, ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. പ്രീവിയസ് ലോൺസിൽ നമുക്ക് ഡിലേഡ് പേയ്മെൻറ്റ്സ് പാടില്ല, സെറ്റിൽമെൻറ്റ്സ് പാടില്ല. പിന്നെ നമ്മുടെ സാലറിയിൽ പ്രോപ്പറായിട്ടുള്ള ഡിഡക്ഷൻസ് വേണം. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരേണ്ടത്. ഇതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ EMI 60% നമുക്ക് കൂടാൻ പാടില്ല. ഇതാണൊരു ഏറ്റവും നല്ല റേറ്റ് കിട്ടാൻ വേണ്ട നമ്മുടെ കാറ്റഗറിയാണ്. അടുത്തതായി എനിക്ക് തോന്നുന്നു ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് റേറ്റ് കൂടിയാലും കിട്ടുന്നതാണ്. ആദ്യത്തെ നമുക്ക് 10.75 തുടങ്ങിയിട്ട് റേറ്റ് കിട്ടും. 10.75 അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. എനിക്ക് തോന്നുന്നു അതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ലോൺ എമൗണ്ട് കൂടുന്തോറും നമുക്ക് നല്ല റേറ്റ് കിട്ടും. ആക്ച്വലി ഈ 10.75, 10.5 എന്നൊക്കെ പറയുന്ന റേറ്റ് കിട്ടണമെങ്കിൽ 15 lakhs above, 20 lakhs above എന്ന് പറയുന്ന ആ ഒരു ആക്ച്വലി 15 lakhs above ആണെങ്കിലാണ് നമുക്ക് 10.75 കിട്ടുന്നത്. 8 ലക്ഷം എടുക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം 3 ലക്ഷം എടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ പറയുന്ന റേറ്റ് ഒരിക്കലും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ്. പിന്നെ അടുത്ത എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം നമ്മളൊരു റെഗുലറായിട്ട് ചെയ്യുന്നതിന് പുറത്ത്, അതായത് ഒരു അഫോർഡബിൾ, ഇപ്പോൾ എൻ്റെ സാലറിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, PF കട്ടിങ് ഇല്ല, ESI ഇല്ല, അല്ലെങ്കിൽ എൻ്റെ സാലറി വലിയ എമൗണ്ടാണ് പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഫോം 16 ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു ഫോം 26 IS ഇല്ല, പക്ഷേ ബാങ്ക് ത്രൂ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല, ഏതെങ്കിലും പ്രൊപ്പറേറ്ററി ഫേമോ പാർട്ട്ണർഷിപ്പ് ഫേമോ ആണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം എംപ്ലോയീസ് ഉള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫേമാണ്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് പോകും അല്ലേ. അവിടെ 15% തൊട്ടാണ് റേറ്റ് എങ്കിലും ആവറേജ് ഒരു 17-18% വരെ വരാം. അത് 23-24% വരെ പോവാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ
15,000-ന് മേളിൽ സാലറി ഉള്ളവർക്ക് വരെ, ഈവൻ ക്യാഷ് സാലറി വാങ്ങിക്കുന്നവർക്ക്, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എവിടെയെല്ലാം ഡീവിയേഷൻസ് എടുക്കുന്നോ അവിടെയെല്ലാം അവർക്ക് കിട്ടുന്നത് ഏറ്റവും ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എൻക്വയറീസ് ചെയ്യുന്നവർ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് കിട്ടാൻ പോകുന്നില്ല. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയിരിക്കുന്നതിൻ്റെ റീസൺ ഈ പറഞ്ഞ എലിജിബിലിറ്റി മാച്ച് ആവാത്തതാണ്. 30-35% വരെ റേറ്റ് വരുന്ന 36% വരെയാണ് ഇപ്പോൾ പേഴ്സണൽ ലോണിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ എൻക്വയറീസും ആപ്പ് ലോൺസും നമ്മൾക്ക് വരുന്നൊരു ഇമ്പാക്റ്റാണ്. അതായത് നമ്മളുടെ സാലറിയുടെ 60% കൂടുതൽ നമ്മളുടെ EMI ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും ഫർദർ ചെയ്യാൻ. നമ്മളുടെ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് കൂടും, സ്ട്രെയിൻ കൂടുതലാണ്. നമുക്ക് ഫ്യൂച്ചർ ലോണിൻ്റെ എലിജിബിലിറ്റി വളരെ കുറഞ്ഞു പോകും. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലോൺ എൻക്വയറീസ് ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. ഒരു 6 മാസത്തിൽ നമ്മൾ ഒരു 5 എൻക്വയറിയിൽ കൂടുതൽ കൂടാൻ പാടില്ല. ഒരുപാട് ആപ്പ് ലോൺ ഉണ്ടെങ്കിൽ നമുക്കിത് കൺസോളിഡേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാങ്കുകൾ കൺസോളിഡേറ്റ് ചെയ്യില്ല, നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്പർ ഓഫ് ആപ്പ് ലോൺസ് നാം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 60% കൂടുതൽ ഒരിക്കലും നമ്മുടെ EMI കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഒരു തിരിച്ചുവരവ് നടത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് കൂടും, ബാങ്കുകൾ നമുക്ക് തരില്ല, നമ്മൾ ഒരു പടുകുഴിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു വലിയ സാധ്യത ഉണ്ട്. നമ്മളൊരു പോസിറ്റീവ് നോട്ടിൽ തീരുന്നതിന് പകരം ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്.